തളിപ്പറമ്പിൽ ഇന്നലെ വൻ തീപിടുത്തമുണ്ടായ കെ.വി. കോംപ്ലക്സിൽ വിവിധ വകുപ്പുകളുടെ സംഘം സംയുക്തമായി പരിശോധന നടത്തി. സ്ഥലം എം.എൽ.എയും CPM സംസ്ഥാന സെക്രട്ടറിയുമായ M.V. ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗവും നടത്തി. M.V. ഗോവിന്ദൻ MLA-യും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും സ്ഥലം സന്ദർശിച്ചു. സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ നഷ്ടപരിഹാരം നൽകുന്നത് വൈകില്ലെന്ന് M.V. ഗോവിന്ദൻ MLA പറഞ്ഞു. ഡിഫറെൻ്റ് ഏബിൾഡായിട്ടുള്ള ജീവനക്കാരും അവരെ സംബന്ധിച്ചുകൊണ്ട് അവരോട് തന്നെ കൈകാര്യം ചെയ്യണം. മുഖ്യമന്ത്രിയെ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ വിളിച്ചിരുന്നു. നമുക്ക് കേരളത്തിലെ മറ്റ് ചില മേഖലകൾ ഇതുപോലെ തന്നെയുള്ള നാശനഷ്ടം അഗ്നിക്കിരയായിട്ടുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം നൽകിയിട്ടുള്ള പാക്കേജ് നമുക്കിവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ആനുകൂല്യം നമ്മൾ കൊടുക്കാൻ കഴിയും. ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് 2-3 ദിവസം കൊണ്ട് എല്ലാ ആളുകളുടെയും അപേക്ഷ എഴുതി വാങ്ങി അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ചൊരു കണക്ക് തയ്യാറാക്കണം. ഈ പിടുത്തം ഉണ്ടാവുന്നതിനിടയായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റിയും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കണം. സാങ്കേതികത്വം പറഞ്ഞ് ആളുകൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നൽകാതിരിക്കുക എന്നുള്ള സമീപനമല്ല. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് എല്ലാ കാലത്തും മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ആ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനാവണം. അവരെ അവിടെ പുനരുദ്ധരിക്കാൻ സാധിക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ യോജിക്കണം. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്നലെ നടത്തിയത്. ഇനി അങ്ങോട്ടും ആ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ചിപ്പോൾ കണ്ടിട്ടുള്ളത്. വലിയ വിഭാഗം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ക്ഷണിച്ചവർ മാത്രമല്ല പങ്കെടുത്തത്. എല്ലാ മേഖലയിലുള്ള ആളുകൾ, ജനപ്രതിനിധികളുണ്ട്, വ്യാപാരി വ്യവസായി സമിതിയുടെ ഇവിടെ തന്നെയുള്ള വ്യാപാരികൾ തന്നെ, അതിൻ്റെ അവിടെയുള്ള ജീവനക്കാർ, തൊഴിലാളികളുടെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. സർക്കാർ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് സണ്ണി ജോസഫ് MLA-യും ആവശ്യപ്പെട്ടു. തീ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് വീഴ്ച പറ്റിയതായും സണ്ണി ജോസഫ് ആരോപിച്ചു. ഈ ദുരന്തത്തിന്റെ തീവ്രത എത്രയെന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല. തളിപ്പറമ്പ് ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ബഹുനില കെട്ടിടം, അതിലെ നിരവധിയായ ഒരു 10-60ഓളം കടമുറികൾ, സജീവമായിരുന്ന ഈ കടമുറികളാണ് പകൽ സമയത്തെ തീപിടുത്തത്തിൽ ഈ ആളിപ്പടർന്ന് കത്തി അമർന്നത്. ഒരു കാര്യം, വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. കട ഉടമകൾക്ക്, കെട്ടിട ഉടമകൾക്ക്, അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് എല്ലാം, ഭിന്നശേഷി തൊഴിലാളികൾ ഉൾപ്പെടെ, വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. അവരുടെ എല്ലാം ജീവിതമാർഗമില്ലാതായിരിക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിൻ്റെ വേദന ഇതെല്ലാം വളരെ വലുതാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തര സഹായം എത്തിക്കണം. കോഴിക്കോടുണ്ടായ തീപിടുത്തവും അതുപോലെ കണ്ണൂർ ടാങ്കർ ലോറി മറിഞ്ഞ് ചാലയിലുണ്ടായ തീപിടുത്തവും എല്ലാം നമ്മളുടെ മുൻപിൽ അനുഭവങ്ങളാണ്. ഏതായാലും ഇവിടെ ആർക്കും പരിക്കോ അത്തരത്തിലുള്ള അപായങ്ങളോ ഉണ്ടായില്ലെങ്കിൽ പോലും വലിയ സാമ്പത്തിക നഷ്ടം, കടകളിൽ സൂക്ഷിച്ചിരുന്ന വസ്തുവകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു, കത്തിയമർന്നു. അതുപോലെ പണം സൂക്ഷിച്ചവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് ഇവരെ എല്ലാവരെയും രക്ഷിക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം. ഞാൻ മാധ്യമങ്ങളിൽ നിന്നും ഇവിടെ ആളുകളിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പോരായ്മയുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തളിപ്പറമ്പിൻ്റെ ഹൃദയഭാഗത്ത് നമുക്കറിയാം, ഫയർഫോഴ്സിൻ്റെ സമീപത്ത്, താലൂക്ക് ഓഫീസിൻ്റെ സമീപത്ത്, RD ഓഫീസിൻ്റെ സമീപത്ത്, DYSP ഓഫീസിൻ്റെ സമീപത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ, നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ പോലും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിയുന്നില്ല. രാത്രിയാണ് തീ അണച്ചത് എന്നത് കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ അത് വേറൊരു രൂപത്തിൽ പറയുകയല്ല, വേദനയോടെ പറയുകയാണ്. സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അപാകതയും കാര്യക്ഷമതയുടെ കുറവുമാണ് ഇതിൽ നിന്നെല്ലാം പ്രകടമാകുന്ന കാര്യം. അതൊരു പാഠമായി മനസ്സിലാക്കാനും തിരുത്തലുകൾ വരുത്താനും ഗവൺമെൻറ് തയ്യാറാകണം.
അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഈ വലിയ ദുരന്തത്തിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാവരുടെയും വേദനയിൽ പങ്കുചേരുന്നു. മതിയായ സഹായ പദ്ധതികൾ, നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ കെട്ടിട ഉടമയെയും വ്യാപാരികളെയും എല്ലാവരെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. AKG Memorial Cooperative Hospital, Kannur.